ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായില്ലേ, പോണമെന്നൊന്നുമില്ലേ? നിന്നോടൊക്കെ പടച്ചം പൊറുക്കൂല. നീ ആരെ കാണിച്ചെന്നറിയോ? പെറ്റ തള്ളേ നീ കാണിച്ചുള്ളതൊക്കെ. എൻ്റെ മോൻ നെഞ്ചു പൊട്ടി തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയും കൊണ്ട് ഇത് നിങ്ങളുടെ മോൻ്റെ പേരിലൊന്നുമില്ല വീട്, ഇത് എൻ്റെ മോളുടെ പേരിലായിക്കൊടുത്തതാ. അയ്യോ 9 മണിയായാ. ഉമ്മ ഉമ്മ എവിടെ? ഉമ്മനെ കാണുന്നില്ലല്ലോ. ഉമ്മ ഉമ്മ ഇവിടെ ഇരിക്ക. ഞാൻ റൂമിലൊക്കെ നോക്കി, ഉമ്മനെ കണ്ടില്ല. അതെ ഉമ്മ, ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി, ഓഫീസ് ടൈം ആയില്ലമ്മ. ഞാൻ ജോലിക്ക് എന്തെങ്കിലും ഇറങ്ങട്ടെ. ഉമ്മ ചായ അടിച്ചമ്മ? ഇല്ല മോനെ, ചായ കുടിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല മോനെ. ഇന്നലെ വരുന്ന തിരക്കിലേ ഉമ്മ ഷുഗറിൻ്റെ മരുന്നും പ്രഷറിൻ്റെ മരുന്നും എടുക്കാൻ മറന്നു. ആ മരുന്ന് കഴിക്കാത്ത കാരണം ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. എൻ്റെ തലവേദന ഇടൊക്കെ വേദന. ഉമ്മ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ചല്ലമ്മ. അതിൻ്റെ രീതിയിൽ നമുക്ക് ഉറക്കം കാര്യം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അതായിരിക്കും ഒരുപാട് ഒന്നുകൂടി വയ്യാതെ കൂടിയത്. അതെ ഉമ്മ മരുന്നിൻ്റെ കാര്യത്തിൻ്റെ അല്ലേ, അത് ഞാൻ വരുമ്പോൾ മേടിച്ചു കൊണ്ടിരാം. എന്നാൽ മോൻ വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു. അതില്ലാണ്ട് ഉമ്മക്ക് ഉറങ്ങാൻ പറ്റില്ല മോൻ. ശരി ഞാൻ വരുമ്പോഴേ മേടിച്ചോണ്ടിരാം. അതെ ഉമ്മ ശ്രദ്ധിക്കേ കേട്ടാ. ഉമ്മ ചായ അടിച്ചിട്ടില്ലല്ലോ, ഉമ്മ വിളിച്ച് പോയി ചായ അടിക്കേ. ചിത്തോ ആ ഉമ്മാക്ക് ചായ ഒന്ന് റെഡി ആക്കി. നീ ഞാൻ ഇറങ്ങാനട്ടാ. ശരി ട്ടമ്മ, ഞാൻ ഇറങ്ങിട്ടാ. നോക്കിപ്പോ പിന്നെ ചായ എടുത്ത് കൊടുക്കാനാ. ചായ വെച്ചിട്ടുണ്ടല്ലോ, എടുത്ത് കുടിച്ചാലെന്താണ്? ഞാൻ അപ്പോഴും പറഞ്ഞതാ 2 ദിവസം നിന്നിട്ട് പോവാന്. ഒരാഴ്ചയായി നിന്നിട്ട്. ഞാനെന്ത് പണിക്കാരിയാ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചോട്ടെ. ഓ ഇവിടെ വന്നിരിക്കുകയാണില്ലേ? ഞാൻ ചായ എടുത്ത് തരും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഓ മകൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ കൊണ്ടുവരും പറഞ്ഞിട്ടിരിക്കുകയാണില്ലേ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചാൽ മതി. അതെ നിങ്ങൾ 2 ദിവസം പറഞ്ഞിട്ട് നിൽക്കാനല്ലേ വന്നത്? ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായില്ലേ, പോണമെന്നൊന്നുമില്ലേ? ഞാൻ പോണം തന്നെ മോളെ പറഞ്ഞു. ഞാൻ എന്തായാലും മോളെ അവിടെ വെച്ചിട്ട് അടുക്കളയിൽ വെച്ച് പറഞ്ഞില്ലേ, അപ്പം ഞാൻ പോകണം തന്നെ പറഞ്ഞോളൂ. മോനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മോൻ പറഞ്ഞു പോകണ്ട ഉമ്മ, ഉമ്മക്ക് ഞാനില്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ മോളെ. വയസ്സാകുമ്പോൾ മക്കൾ നോക്കണ്ടേ. മോന് നല്ല സ്നേഹമുണ്ട്, മോൾക്ക് സ്നേഹമല്ല. ഇപ്പോൾ എന്നോട് ഒരാഴ്ച ആയില്ലേ പൊക്കോളാൻ പറയുന്നത്. ഞാൻ എവിടേക്കാ മോളെ പോകും ഒക്കെ ആലോചിച്ചിട്ടൊരു പിടിപ്പില്ല. ഞാൻ എവിടേക്കാ ഞാൻ പോകും? അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാച്ചു. ഇവിടെ വന്നിട്ട് മോൻ നല്ലതിൽ പറഞ്ഞിട്ട് കാലത്ത് പണിക്ക് പോയി. ഇപ്പൊക്കെയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു. എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തമില്ല. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ എന്തെങ്കിലും പോയി നിൽക്കുമായിരുന്നു. എനിക്ക് അതുമില്ല. നിങ്ങളുടെ പൂങ്കണ്ണീരൊന്നും എൻ്റെ അടുത്ത് നടക്കൊന്നുമില്ല. നിങ്ങൾക്കുള്ള പണിയേ ഞാൻ തരുന്നുണ്ട്, അതിനുള്ള ആളും വരുന്നുണ്ട്. അതെ ചായ വേണമെങ്കിൽ എടുത്ത് കുടിച്ചാൽ മതി. ഷോ 9 മണിൻ്റെ ബസ്സും പോയല്ലോ കുറച്ചോനെ. ഇനിയിപ്പോൾ ഒരു 9:30 ആവണല്ലേ. എന്താ ഇവിടെ നിൽക്കണേ? അല്ല ഇതാരത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിനക്ക് അറിയോ? എന്നാലും എന്ത് സ്വഭാവമാണ് നിൻ്റെ ഒക്കെ ഒരു മനസ്സ്. ഓ കണ്ണി ചോരില്ലാത്ത കാര്യമായി നീ കാണിച്ചത്. നിന്നോടൊക്കെ പടച്ചം പൊറുക്കൂല. നീ ആരെ കാണിച്ചെന്നറിയോ? പെറ്റ തള്ളേ നീ കാണിച്ചുള്ളതൊക്കെ. നിനക്കത് എവിടെ കൊണ്ട് തീർക്കുന്നു പടച്ചോനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ കാണിക്കാൻ നിൽക്കണേ? അതെ ഉമ്മാനെ ഞാൻ മനഃപൂർവ്വം പുറത്താക്കി തന്നെയാണ്. നീ സന്തോഷത്തോടെ തന്നെയല്ലേ അവിടെ ഇരിക്കണത്? നിന്റെ ഭാര്യയും കുട്ടികളും എല്ലാവരും ആയിട്ട് ഞാൻ സന്തോഷത്തോടെ അല്ല ഇരിക്കണത്. എൻ്റെ ഭാര്യയെ ഉമ്മ ഉള്ള കാരണം പിണങ്ങിപ്പോയതാ. ഉമ്മ പോയാലേ ഭാര്യ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കണത്. ഞാൻ പിന്നെ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക? അതന്നെ ഉമ്മാനെ മനഃപൂർവ്വം ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയത്. നിൻ്റെ ഒപ്പം ഇരിക്കട്ടെ, ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ നോക്കിയത്. കണക്കായിരിക്കണം. കുറച്ചു കാലം നീ നോക്ക്. നീയൊക്കെ ഇങ്ങനെ പെണ്ണിൻ്റെ വാക്ക് ഇട്ടിട്ടേ നീക്ക് ഉമ്മാനാണ് തള്ളി കളഞ്ഞല്ലോ മോനെ. വേറെ ആരില്ല നീട്ടാ. നീയൊക്കെ പെണ്ണിൻ്റെ വാക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ലാസ്റ്റ് കുത്തുവാളെടുക്കുള്ളൂ. നീയൊക്കെ പെറ്റ തള്ളനെ നീ പിടിച്ചിങ്ങനെ കാണിക്കാൻ നിൽക്കണത്. നിനക്ക് വേറൊരു കാര്യം നിനക്കറിയോ? ഏത് സമയത്തും ഉമ്മാനെ വിളിക്കുന്ന സമയത്ത് ഉമ്മ ഒരൊറ്റ വാക്ക് പറയാറുള്ളൂ എൻ്റെ അടുത്ത്. മോനെ
മൂത്ത മോനടുത്ത് ഇരിക്കട്ടെ മോനെ, മൂത്ത മോനടുത്ത് ഇരിക്കട്ടെ മോന്ന്. ഈ മൂത്ത മോൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഉമ്മാക്ക് അറിയില്ലല്ലോ. ഇപ്പോഴല്ലേ മനസ്സിലാവണത് മൂത്ത മോൻ്റെ സ്വഭാവം എന്താ എങ്ങനെയാന്നൊക്കെ. എന്നാലും എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിന്നോടാടാ. ആ നീയാണ് ഉമ്മാടൊക്കെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കണത്. ഇപ്പം കണ്ടില്ലേ എത്ര പ്രാവശ്യം ഉമ്മാനെ വിളിച്ചിട്ട് ഇപ്പഴെൻ്റെ ഉമ്മ ഇങ്ങനെ വരാൻ നിൽക്കണത്. എന്നാൽ പോലും ഉമ്മാക്ക് ഇഷ്ടമല്ല. എന്നാൽ പോലും ഉമ്മാക്ക് വേറെ എന്താ ചെയ്യുക? നീയൊക്കെ എന്നെ ഇറക്കി വിട്ടു ഇതൊക്കെ ആക്കിയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്കാട പൊട്ടിയത്, ചങ്ക്. നീയൊക്കെ മനസ്സിലാക്കണം, പെറ്റ ഉമ്മയാണ്, അത് നീ ഓർത്തോ. നീ ഇപ്പം എന്താ പറയണത്? നീ എൻ്റെ അടുത്ത് തല്ലൂടാൻ നിൽക്കുക. ഞാൻ ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എനിക്ക് സമാധാനത്തോട് ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഉമ്മാനെ അവിടെ നിന്ന് പുറത്താക്കിയത്. അതിൽ എനിക്കൊരു കുറ്റബോധമില്ല. നീ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, ഇനിയുള്ള കാലം നീ ഉമ്മാനെ പൊന്നുപോലെ നോക്ക്. ഉമ്മയുടെ ഓരോ ചിലവ് നിനക്കറിയോ? മാസം മാസം മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അതൊക്കെ ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ നോക്കിയത്. അത്രയും സ്നേഹമുള്ള മോനാണെന്നുണ്ടെങ്കിലേ ഇനിയുള്ള കാലം നീ അങ്ങോട്ട് നോക്ക്. ആടാ നീയൊന്നും നോക്കണ്ടടാ, ഞാൻ പൊന്നു പറഞ്ഞ എൻ്റെ ഉമ്മാനെ നോക്കിക്കൊണ്ട്. അതേ കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിയിരുന്നോ? പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഓരോരോ സംസാരങ്ങൾ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പൊന്നു മോനെ. നീയൊക്കെ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ മാറുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ അനുഭവിക്കും. ഇത് എവിടെ കൊണ്ട് തീരുന്നത് എനിക്കുണ്ടല്ലോ പടച്ചോനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് പടച്ചോനായി നീയായി. ഇനി നീ ഉമ്മ എന്നിട്ട് ആ ഭാഗത്ത് വരാൻ നിൽക്കണ്ട. ഉമ്മാനെ പൊന്നു പോലെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടല്ലോ. ഇനി നിനക്ക് ഉമ്മാനെ കുറിച്ച് ടെൻഷനും വേണ്ട, ടെൻഷൻ അടിക്കും നീ വേണ്ട. ഞാൻ ഏത് ഭാഗത്തേക്ക് വരുന്നില്ല, നീ തന്നെ പൊന്നുപോലെ നോക്കിക്കും. എനിക്കറിയാം, കുറച്ചങ്ങോട്ട് നോക്കുമ്പോഴേ മനസ്സിലാവും ഓരോരോ കാര്യങ്ങൾ. ഇതൊക്കെ എന്താ പടച്ചോനക്ക് അറിയാം എവിടേക്കാ പോണെന്ന്. ആ മക്കളെ നോക്കി അടിക്കടാ, മേലത്തടിക്കല്ലേ. ഉപ്പ വന്നു എന്ന് തോന്നുന്നുണ്ട്. ഉപ്പ വായു. മോളെ, എന്താ മോളെ, ഉണ്ണിക്ക് കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങൾ മേടിച്ചതാ. ഉപ്പ ഇരിക്കേ. ഉപ്പ ഇവിടെ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വെള്ളം കൊടുക്കാം. വേണ്ട മോളെ, കുടിക്കാൻ വേണ്ട. ഞാൻ ഈ കാര്യത്തിന് തീരുമാനമാക്കിയിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഉപ്പ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പോഴത്തെ ഉമ്മ വന്നതിന് ശേഷം എനിക്ക് സമാധാനമേ ഇല്ല. എന്ത് അധികാരത്തില്ല മരുമകൻ്റെ ഉമ്മ ഒന്നും ഇവിടെ ഇരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വെച്ചെന്ന വീടല്ലേ. എൻ്റെ മോള് സന്തോഷത്തിലിരിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തനിച്ച് വീട് വെച്ച് തന്നത്. അതെങ്ങനെ മരുമകൻ്റെ ഉമ്മ വന്ന് ഇവിടെ താമസിക്കും? അവർക്ക് എന്താ വീടും കൂടി ഇല്ലേ? മൂത്ത മോൻ്റെ അവിടെ അല്ലേ ഇരുന്നായിരുന്നു. പെട്ടെന്ന് എന്താ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് എഴുന്നില്ല? കാരണം എന്താ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. ഉപ്പ ഉമ്മ വന്നതിന് ശേഷം ഒരു സമാധാനമേ ഇല്ല. സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് നിന്നതാണ്. ഉമ്മ വന്നത് അതെല്ലാം മുടങ്ങി. 2 ദിവസം നിൽക്കാൻ പറഞ്ഞതാ. ഇപ്പം വന്നിട്ട് ഒരാഴ്ചയായി. അതാണ് ഞാൻ ഉപ്പാനെ വിളിച്ചത്. എൻ്റെ മോള് വിഷമിക്കണ്ട. എൻ്റെ അവിടെ ഉമ്മ എവിടെ പോയി കാണാനില്ല, ഒന്ന് വിളിച്ചേ. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. എന്തായാലും ഇരുന്നിട്ട് ഇവിടെ തീരുമാനമാക്കിയിട്ട് പോകും. എത്ര നേരം വൈകിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ പോകുള്ളൂ. വന്നിട്ട് ഉമ്മച്ചേനൊന്ന് വിളിച്ചേ. ഉപ്പ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കുപ്പ. എന്നാൽ തന്നെ ഞാൻ സമാധാനത്തിൽ ഇവിടെ ഇരിക്കുള്ളൂ. എന്താ കിടക്കണ കിടപ്പ്? ഫാനൊക്കെ ഇട്ടിട്ടാണ്. അതെ, നിങ്ങളൊന്ന് എണീറ്റേ. എൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ്. ഒന്ന് എണീറ്റേ. എന്താ മോളെ? എന്തേന്ന് പറഞ്ഞാൽ തന്നെ വരുള്ളൂ. ഇങ്ങോട്ട് വാ, എൻ്റെ ഉപ്പാക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാ നിങ്ങളിവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടിയാണോ? പഴയ കാര്യമൊക്കെ ഓർമ്മയുണ്ടാ? എൻ്റെ മോളെ ചെയ്തതൊക്കെ എന്തൊക്കെ ആക്രമണങ്ങൾ ചെയ്തത് അതൊക്കെ ഞാൻ മറന്നു. എന്നിട്ട് എൻ്റെ മരുമകനും മോൾക്കും താമസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഞാൻ കാശ് 10-25 ലക്ഷം റുപ്യ മുടക്കി ഞാൻ വീട് വെച്ച് കൊടുത്തു. അത് നിങ്ങളിനെയൊക്കെ പുറത്താക്കി ഞാൻ അവിടെ എൻ്റെ മോളവിടെ അറിയാണ്ടില്ല എന്തുകൊണ്ട് ഞാൻ ചെയ്തത്. അവർ സ്വസ്ഥമായി ജീവിക്കുന്ന ചെറുപ്പമാണ് എന്നുള്ള കണക്കൂട്ടിൽ ഞാൻ ചെയ്തതാ. ഇപ്പം വീണ്ടും നിങ്ങൾ വന്നിട്ട് അവർ ശല്യപ്പെടുത്തി അവരിനെ ഇങ്ങോട്ട് പുറത്താക്കാനാണോ നിങ്ങളുടെ പരിപാടി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. മൂത്ത മകൻ്റെ അവിടെ ആയിരുന്നല്ലോ കുറച്ച് നാൾ. ഇവർ സന്തോഷമായിട്ട് ഇവിടെ കഴിയുമ്പോൾ അവർ നിങ്ങൾ ഇടങ്കോലിട്ടിട്ട് അവൻ്റെ സന്തോഷം കൂടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്നത്. അവിടെ എന്തൊക്കെ തല്ലുകൂടിയിട്ടാണ് ഇനി അവരും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാകുക. ഇനി ഇവിടെ നിന്ന് ഈ മോളെ ഇങ്ങോട്ട് അടിച്ചിറക്കി നിങ്ങളിവിടെ താമസിക്കാനുള്ള പരിപാടിയാണോ? ഇവിടെ വന്ന് കയറിയിട്ടില്ല. നിങ്ങൾ 2 ദിവസം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വന്നതാണ് വരുന്നത്.
2 ദിവസം ഇരിക്കുക, നിങ്ങളെ മോനെ കാണുക, പോവുക. മരുവോളം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതിൽ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയത്. മോനെ കാണുക, നിങ്ങൾ വന്ന് 2 ദിവസം ഇരിക്കുക, പോവുക. ഒരാഴ്ച കണക്കായാലും ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവരിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ. എൻ്റെ മോളെ സ്വന്തമായിട്ട് വീട് കെട്ടി കൊടുത്തൊക്കെ അവൾക്ക് ഒറ്റയ്ക്ക് അവരുടെ ധൈര്യത്തിന് അവർ എന്ത് വേണമെങ്കിൽ കാണിക്കാൻ വേണ്ടി അവർക്ക് കെട്ടി കൊടുത്തതാണ് വരുമാനം 2 പേർക്കും. നിങ്ങളതിന് വേണം കൊടുക്കാൻ വേണ്ടി വേണം. നേരം വെളുക്കുമണിക്ക് കൊടുന്ന് വിട്ടോളെ, ശരിയാവില്ല. അത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത്. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് വല്ലതും? അതെ, നേരം വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇതൊക്കെ തുണിയൊക്കെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ. നേരം വിളിച്ചാൽ നിങ്ങളുടെ സ്വഭാവം മാറും, പിന്നെ ഒരാഴ്ച നിൽക്കാമെന്ന് പറയും. അവ പരിപാടി ശരിയാവില്ല. ഇത് രണ്ടിനൊന്നും അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. ഞാൻ വന്നിട്ട് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. എൻ്റെ മോളെ അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞേച്ചല്ലേ. നിങ്ങളുടെ മോളെ ഞാൻ കഷ്ടപ്പെടുത്തിയതല്ല. നിങ്ങളുടെ മോളുടെ സ്വഭാവം നിങ്ങളുടെ മോൾ എന്നോടാണ് കാണിച്ചത്. ഞങ്ങളെ മോളോട് വിളിച്ചിട്ടൊന്ന് ചോദിക്കി. ഇപ്പം നിങ്ങളുടെ മോന് ഇപ്പം ഞാനല്ലേ നൊന്ത് പ്രസവിച്ചത് എൻ്റെ മോനെ. അപ്പോൾ പെറ്റവർക്ക് മക്കളില്ലേ? നിങ്ങളുടെ മോൾക്ക് മാനത്തുനിന്ന് ഉറ്റി വീണ് കിട്ടതാണോ എൻ്റെ മോനെ? നിങ്ങളെ പറച്ചിൽ കേട്ടപ്പോഴാണ് എല്ലാവർക്കും അല്ലെങ്കിലും ഭാര്യയുടെ വീട്ടുകാരെയും ആ മോനെയും അവരെയും തന്നെ ഇഷ്ടം. ഉമ്മാനെയും ഉമ്മാൻ്റെ ആൾക്കാരെയും മക്കളെ ആരും ഇഷ്ടമല്ല. ഒരുപാട് പൂങ്കണ്ണീര് കാണാനൊന്നുമില്ല ഞാൻ അവിടെ വന്നത്. നിങ്ങളോട് പൂങ്കണ്ണീര് കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളുടെ മോളുടെ വീടാണെങ്കിൽ നിങ്ങളെ മോളുമായിട്ട് ഇരുന്നോളെ, കുഴപ്പമില്ല. ഞാനിവിടുന്ന് മാറിത്തരാം. എൻ്റെ മോൻ എന്നെ പിടിച്ചിറക്കി വിട്ടിക്കണ്. പിന്നെ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നിട്ട് നിങ്ങൾ പറയാണ്ടിരിക്കില്ലല്ലോ. നിങ്ങൾ അധികം ഭർത്താവൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ മോൻ്റെ പേരിലൊന്നുമില്ല വീട്, ഇത് എൻ്റെ മോളുടെ പേരിലാക്കി കൊടുത്തിട്ടുള്ള. നിങ്ങളുടെ തറവാട്ടിൽ ഒരുമിച്ചിരിക്കുമ്പോൾ മോൻ്റെ പേരിൽ അവകാശമുണ്ട്, അതൊന്നും നിങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. മരുമാൻ സ്ഥാനം അമ്മാനച്ചൻ മരുമകൾക്കും മോൾക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്ത വീടാണ്. നിങ്ങൾ മോനെ വന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് അതേ പോവുക. എൻ്റെ മോളോട് നിങ്ങൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ മോളൊരു അനാവശ്യം പോലും പറയാൻ പാടില്ല. അത് പാവം പിടിച്ച പെൺകുട്ടിയാണ്. അതിന് നിങ്ങൾ ഓരോന്നും ദ്രോഹിച്ചിട്ടാണ് അവിടെ നിന്ന് ഇത്രത്തോളം ഇതായിട്ട് ഞാൻ വേറെ വീട് വെച്ച് കൊടുക്കുക. കാരണം അതാണ്. നിങ്ങളല്ലേ വരുത്തിച്ചതല്ലേ, ഞാനായിട്ടൊന്നുമില്ല ചെയ്തത്. നിങ്ങൾ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട് പണ്ട്, അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ വലിയ പൂങ്കണ്ണീരളിച്ചിട്ട് ഇങ്ങനെ ഞാൻ പോവാൻ ഇടവില്ല, അതില്ല ഇതില്ല എന്ന് ഇവിടെ പറഞ്ഞ മൂത്തമാൻ്റെ അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിങ്ങൾ ജീവിച്ചിരുന്നില്ലേ. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കൂടാനാണോ? അത് നടക്കില്ല. എന്താ കിട്ടിയ സാധനം വെച്ച് നിങ്ങൾ എടുത്തിട്ട് പൊക്കോ. ഇവിടെ അധികം നേരം നിൽക്കണ്ട. 2 ദിവസം പറഞ്ഞ് ഒരാഴ്ച ഇരുന്നില്ലേ, മതി. ഇനി ഇവിടെ വെച്ച് വിളമ്പി തരാമെന്ന് എൻ്റെ മകളും കിട്ടില്ല. നിങ്ങൾ മൂത്ത മോൻ്റെ അടുത്ത് പോയി വിളിച്ചിട്ട് പോയി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ നിങ്ങൾ പോകണവരെ ഞാൻ അവിടെ ഉണ്ടാവും. എൻ്റെ മോൾ കരഞ്ഞ് പിടിച്ചപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓടി വന്നത്. പണ്ടത്തെ സ്വഭാവം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പം നിങ്ങൾ പൂങ്കണ്ണീർ കാണിച്ചിട്ട് ഇങ്ങനെ അല്ല പറഞ്ഞിട്ട് പാവത്തിൽ പോയി നിൽക്കുക. പണ്ടൊക്കെ ഓർമ്മയില്ലേ എന്തൊക്കെ ചെയ്തെന്നുള്ളത്? അത്രമാത്രം വർത്താനം പറയാനൊന്നും ഇല്ല. ഞാനേ ഇപ്പം തന്നെ പൊക്കോണ്ട് എൻ്റെ മോൻ 100 വട്ടം കരഞ്ഞ് പറഞ്ഞു, അമ്മ അന്നെ എവിടേക്കും പോകണ്ടമ്മ, അവൻ അങ്ങനെ ചെയ്തില്ലേ. എൻ്റെ ഉമ്മ ഞാൻ വിളിക്കുമ്പോഴൊന്നും എൻ്റെ ഉമ്മ ഇങ്ങോട്ട് വരാണ്ടല്ലേ ഒരു ദിവസം പോലും. എത്ര വട്ടം ഞാൻ വിളിക്കാൻ വന്നിട്ട് ഉമ്മ വന്നില്ലല്ലോ. ഉമ്മാനെ അവൻ അങ്ങനെ ചെയ്തില്ല. എൻ്റെ ഉമ്മ അവിടെ തന്നെ ഇരിക്കണം, ഉമ്മ അന്നെ എവിടേക്കും പോകണ്ടവൻ. എൻ്റെ മോൻ അത്രയും പറഞ്ഞ് സങ്കടപ്പെടുത്തപ്പോഴാണ് ശരി മോനെ എൻ്റെ മോനെ വിട്ടിട്ട് ഉമ്മ എവിടേക്കും പോണില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്നത്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ മോളെ ദ്രോഹിക്കാനോ നിങ്ങളെ സ്വത്തിൽ ഭാഗം ചോദിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ വന്നത്. എൻ്റെ കുട്ടി അത്രയും പറഞ്ഞ കാരണം ഞാൻ നിന്നാണ്. ആർക്കും നമ്മളൊരു ശല്യം ചെയ്യണില്ല. ഞാൻ ഇപ്പം തന്നെ പൊക്കോണ്ട്. പിന്നെ നിങ്ങളെ മോള് ചെയ്തതും നിങ്ങളെ മോള് അതൊക്കെ പറഞ്ഞില്ലേ, എൻ്റെ മോളെ ചെയ്തതും എൻ്റെ മോളെ കാണിച്ചൊക്കെ എനിക്ക് മനസ്സിലുണ്ടെന്ന് പഠിച്ചവനെ നിർത്തി ഞാൻ പറയണം. നിങ്ങളെ മോളോട് ചോദിച്ചു നോക്ക്, ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മോളെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മോളോട് ചോദിച്ചൊന്ന് മനസ്സിലാക്ക്. ഞാൻ പൊക്കോണ്ട്. എനിക്കൊരുപാട് സ്ഥലങ്ങളുണ്ട് ദുനിയാവിലടയില്ലെങ്കിലും എല്ലാ നടണ്ട്. പൊക്കോണ്ട്. ആർക്കും ഒരു ശല്യമായിട്ട് ഈ ഉമ്മ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പറയുമ്പോൾ മരോളുടെ ഉപ്പ വന്ന് എന്നെ ഇറക്കി വിട്ടൊരവസ്ഥ ഏതൊരു മക്കൾക്കും അവരുടെ ഉമ്മമാർക്ക് വരാണ്ടല്ല കാക്കട്ടെ. പൊക്കോണ്ട്. ഈ റൂമിലായതുകൊണ്ട് ആരും കേട്ടില്ല, ആരും കാണണ്ട. എൻ്റെ മോൻ വന്ന് ചോദിച്ചാൽ ആ ഉമ്മ സെഫി മോൻ വന്ന് കൊണ്ടുപോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടെന്ന് മാത്രം എൻ്റെ മോനെ അറിയണ്ട. എൻ്റെ മോനെ അറിഞ്ഞാൽ എൻ്റെ മോൻ നെഞ്ച് പൊട്ടി തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പൊക്കോണ്ട്. അറിയാം അഭിനയിക്കുന്നു. പോയ സമാധാനം, പോണ പറഞ്ഞാൽ അവിടെ ഉണ്ടാവും.
മക്കളെ വെച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടില്ല അമ്മ. ഓഹ് ഇപ്പോഴും എത്ര സങ്കടം ഉണ്ടാവും അമ്മച്ചിക്കൊക്കെ. ഇനിയെങ്കിലും അതിന് പൊന്നു പോലെ നോക്കണം. ഓഹ് ഓ മണം നല്ല മണമുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയാണ്. അമ്മച്ചിക്ക് മറക്കാണ്ട് ഷുഗറിനും പ്രഷറിൻ്റെ ഒക്കെ മരുന്ന് മേടിച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, വേറെ ഒന്നും ഇല്ലല്ലേ. മരുന്നേ പറഞ്ഞിട്ടുള്ളൂ അമ്മ. ഉമ്മ എവിടെ? ഉമ്മ ഉമ്മ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഉമ്മ 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 എവിടെ? ഉമ്മച്ചേ ഉമ്മ ഉമ്മ എവിടെ? ഉമ്മ 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 ഇവനെ കാണുന്നില്ലല്ലോ. ഈ രാത്രി സമയത്ത് പഠിച്ചവൻ എവിടെ പോയി? ഉമ്മ എവിടെ പോയി ഈ രാത്രി സമയത്ത്? അയ്യോ, എന്നാലും എവിടെ പോയിട്ടുണ്ടാവും? സിത്തുവാ